10-12 വർഷമായി കേരള ജനത കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് ലവ് ജിഹാദ്. അതിനു മുമ്പ് ലോകത്തെവിടെയും ഇങ്ങനെ ഒരു പദം ഉണ്ടായിട്ടില്ല. ഒലക്കയും പാന്തവും ഏച്ചുകൂട്ടിയതുപോലെ പകുതി ഇംഗ്ലീഷും പകുതി അറബിയും ചേർത്ത് ഒരു പദം ഉണ്ടാക്കിയെടുത്തത് ആരായാലും ജിഹാദ് എന്ന പദത്തിന്റെ അടിസ്ഥാന അർത്ഥം പോലും അറിയാത്തവരാണ് അത് ഉണ്ടാക്കി തീർത്തത് എന്ന് അത് കേൾക്കുന്നവർക്ക് തന്നെ അറിയാം. ഏതായാലും ആ വിഷയമല്ല ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ലവ് ജിഹാദ് എന്ന് മുസ്ലിങ്ങൾക്കെതിരെ ഒരു വിഭാഗം ഉണ്ടാക്കിയെടുത്ത ആ പദം അതുവഴി ജിഹാദിലൂടെ ആരെയൊക്കെയോ പ്രണയിച്ചു വിവാഹം കഴിക്കുന്നു എന്നതാണ് ആരോപിക്കപ്പെടുന്നത്. പക്ഷെ അത് എത്ര കണ്ട് അങ്ങനെ പ്രണയിച്ച് വിവാഹങ്ങൾ നടന്നിട്ടുണ്ട്, എത്ര പേർ അതിലൂടെ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊന്നും ആർക്കും ഒരു വ്യക്തതയും ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നാൽ അതിന്റെ ഒരു കണക്ക് പരിശോധിക്കാനാണ് ഞാൻ ഇവിടെ ഈ അവസരം ഉപയോഗിക്കുന്നത്. ആദ്യമായി 2020 ഈ കേരളത്തിൽ മതം മാറിയതായി സംസ്ഥാന സർക്കാരിന്റെ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. 2020 ആകെ 506 പേരാണ് മതം മാറ്റം നടത്തിയിട്ടുള്ളത്. ക്രിസ്ത്യൻ മുസ്ലിം മതങ്ങളിൽ നിന്ന് ഹിന്ദു മതത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പോയിട്ടുള്ളത്, 241 പേർ. അത് മുസ്ലിങ്ങളിലേക്ക് 144 പേരും ക്രിസ്തു മതത്തിലേക്ക് 119 പേരുമാണ് കൺവേർട്ട് ചെയ്യപ്പെട്ടത്. ഇതിൽ തന്നെ മുസ്ലിങ്ങളിലേക്ക് ക്രിസ്തു മതത്തിൽ നിന്ന് എത്തിയവർ 33 പേരാണ്. ഈ 33 പേരിൽ ശരാശരി പകുതി സ്ത്രീകളാവാം, ബാക്കി പുരുഷന്മാരാവാം. എന്നാൽ ഇവരിൽ 9 പേർ എത്തിയിട്ടുള്ളത് സിറിയൻ കാത്തലിക് വിഭാഗത്തിൽ നിന്നാണ്. ഈ സിറിയൻ കാത്തലിക് വിഭാഗത്തിൽ നിന്ന് 9 പേർ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ അതിൽ 2 പേര് മാത്രമേ സ്ത്രീകളായുള്ളൂ. എന്നാൽ 33 പേരെ മൊത്തം കണക്കിലെടുക്കുകയാണെങ്കിൽ 14 പേർ പുരുഷന്മാരും 19 പേർ സ്ത്രീകളുമാണ്. ഇതാണ് 2020 കണക്ക്. ഇനി നമുക്ക് ഈ കണക്കിനെ ഒന്നുകൂടി വിപുലീകരിച്ചാൽ നമുക്ക് കാണാൻ കഴിയും 2020 മുമ്പുള്ള 2019 മുതൽ 2011 വരെയുള്ള 8 വർഷങ്ങളിലെ കണക്ക് ഇതുപോലെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ കണക്കനുസരിച്ച് ക്രിസ്തു മതത്തിൽ നിന്ന് ഹിന്ദു മതത്തിലേക്ക് പോയവർ 5741 പേരാണ്. ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് പോയത് 1811 പേരാണ്. ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് പോയത് 1905 പേർ. ഇസ്ലാം മതത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് 101 പേർ. ഇസ്ലാം മതത്തിൽ നിന്ന് ഹിന്ദു മതത്തിലേക്ക് 260 പേർ. ഇങ്ങനെയാണ് കണക്കുകൾ. ഇതിൽ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു വലിയ കാര്യം, ക്രിസ്തു മതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് മതം മാറിയവർ 535 പേരാണ് ഈ 8 വർഷത്തിനുള്ളിൽ, 2011 മുതൽ 2019 വരെ. അതേ സ്ഥാനത്ത് ക്രിസ്തു മതത്തിൽ നിന്ന് ഹിന്ദു മതത്തിലേക്ക് പോയത് 5741 പേരാണ്. ഈ 5741 പേർ ക്രിസ്തു മതത്തിൽ നിന്ന് ഹിന്ദു മതത്തിലേക്ക് പോയതിൽ ക്രിസ്ത്യൻ അച്ഛന്മാർക്കോ കാസമാർക്കോ ഒരു വേവലാതിയുമില്ല. മറിച്ച് 535 പേർ ഇസ്ലാം മതത്തിലേക്ക് മാറി എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഇഷ്യൂ, ഏറ്റവും വലിയ വിഷയം, ഏറ്റവും വലിയ മാരകമായ എണ്ണം, കണക്ക്, മതം മാറ്റം ഒക്കെ അതാണ്. ഈ അച്ഛന്മാരോട് ചോദിക്കാനുള്ളത്, 535 5741 നിങ്ങളുടെ കണക്കിൽ വലുത്?
ഈ 535 പേർ മതം മാറിയതാണോ നിങ്ങൾ ഏറ്റവും അധികം പർവ്വതീകരിച്ച് ഈ 5741 വലുതാക്കി നിങ്ങൾ കാണിക്കുന്നത്? അല്ല എങ്കിൽ ഈ 5741 പേർ ക്രിസ്തുമതത്തിൽ നിന്ന് പോയതിനെ കുറിച്ച് നിങ്ങൾ എന്താണ് മിണ്ടാത്തത്? അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം ക്രിസ്തുമതത്തിൽ നിന്നുള്ള കൊഴിഞ്ഞു പോക്കാണോ, അതല്ല നിങ്ങൾക്ക് നേരിടാനുള്ളവരെ നേരിടാനുള്ള മാർഗമാക്കി ഇതിനെ കണ്ടെത്തുകയാണോ? ഈ കേരള സമൂഹത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ പരസ്പര പൂരകമായി ജീവിക്കുന്ന ഈ നാട്ടിൽ പരസ്പര സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ പരസ്പരം കൈമാറുന്നവരാണ്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലോ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളും ഒക്കെ തമ്മിലോ ഒരു വിരോധവും വൈരാഗ്യവും ഇവിടെ വെച്ച് പുലർത്തുന്നില്ല. അവരവർ അവരുടെ മതമനുസരിച്ച് ജീവിക്കുന്നു. എന്നാൽ പരസ്പര സ്നേഹവും സന്തോഷവും സഹായവും സഹകരണവും ഒക്കെ പങ്കുവയ്ക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്തുമതത്തിന്റെ പുരോഹിതന്മാർ പണ്ഡിതന്മാർ അവരെ ക്രിസ്ത്യാനികൾ ആദരപൂർവ്വം അച്ഛന്മാർ എന്ന് വിളിക്കുന്നു, ഫാദർ എന്ന് വിളിക്കുന്നു. അത് അനുസരിച്ച് തന്നെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികൾ അവർക്ക് നൽകുന്ന അതേ ബഹുമാനം വെച്ചുകൊണ്ട് തന്നെ അച്ചോ എന്ന് വിളിക്കുന്നു. അങ്ങനെയുള്ള ഒരച്ഛന്മാരിൽ നിന്ന് ഇത്രയും ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുമ്പോൾ അതിന് അടിസ്ഥാനപരമായ തെളിവുകൾ നൽകാൻ അവർ ബാധ്യസ്ഥരല്ലേ? ഇല്ലെങ്കിൽ മുസ്ലിങ്ങളടക്കം അവരെ അച്ചോ എന്ന് വിളിക്കുന്നത് അടിസ്ഥാനരഹിതമായ കള്ളപ്രചരണങ്ങൾ നടത്തി മുസ്ലിങ്ങളെ വരെ അപമതിക്കുന്ന, നിന്ദിക്കുന്ന, അവഹേളിക്കുന്ന ആ സമൂഹത്തിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന അച്ഛന്മാരെ നോക്കിയാണോ മുസ്ലിങ്ങൾ അച്ചോ എന്ന് വിളിക്കേണ്ടത്? ഇവിടെ ക്രിസ്ത്യൻ സഹോദരങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ പുരോഹിതന്മാരായ അച്ഛന്മാരെക്കുറിച്ചോ അല്ല പറയുന്നത്. അതേ സ്ഥാനത്ത് മുസ്ലിങ്ങളുടെ പേരിൽ വ്യാജാരോപണങ്ങൾ, തെളിവില്ലാത്ത വ്യാജാരോപണങ്ങൾ ഉന്നയിക്കുന്ന ഏതാനും അച്ഛന്മാർ, പാലായിലെ നാർക്കോട്ടിക് അച്ഛൻ മുതൽ തൃശ്ശൂരിലെ, പാലക്കാട്ടെ, അതുപോലെ വയനാട്ടിലെ, കണ്ണൂരിലെ ഒക്കെ ഏതാനും 2-4 അച്ഛന്മാർ മാത്രമേ ഇത്തരത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ വർഗീയമായ ആരോപണം ഉന്നയിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവരോട് മാത്രമാണ് സംഘപരിവാറിന്റെ ആശയങ്ങൾ അതിനേക്കാൾ തീക്ഷ്ണമായി മുസ്ലിങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്ന ഈ ക്രിസംഗി എന്ന് പറയപ്പെടുന്ന ഏതാനും അച്ഛന്മാരും അവരെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെക്കാൾ കൂടുതൽ തീവ്ര നിലപാട് സ്വീകരിക്കുന്ന കാസ പോലെയുള്ള ഏതാനും ചെറിയ അംഗങ്ങളടങ്ങുന്ന തീവ്രവാദി സംഘങ്ങളെയും മാത്രമാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് അച്ഛന്മാരും ക്രിസ്തീയ സഹോദരന്മാരും ഇതിൽ വിഷമം തോന്നരുത് അവർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇവിടെ കേരളത്തിൽ 2010 കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടന്നു. അങ്ങനെ ആ അന്വേഷണത്തിൽ ലവ് ജിഹാദ് എന്നൊന്ന് ഇല്ലെന്ന് കണ്ടെത്തുകയുണ്ടായി, റിപ്പോർട്ട് നൽകുകയുണ്ടായി. 2014 ഉത്തർപ്രദേശ് സർക്കാർ ഈ വിഷയത്തിൽ ഇതുപോലെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉത്തർപ്രദേശ് ശക്തമായി ഒരന്വേഷണം നടത്തി. അവിടെ ആരോപണ വിധേയമായ 3-4 കുടുംബങ്ങളെ ചുറ്റിപ്പറ്റി തലനാരിഴ കീറി അവർ പരിശോധന നടത്തി. അവസാനം അവരും റിപ്പോർട്ട് ചെയ്തു അങ്ങനെ ലവ് ജിഹാദി എന്നൊരു സംഭവം ഇല്ലെന്ന്. അതുപോലെ 2017 സുപ്രീം കോടതി വിഷയത്തിൽ ഇടപെട്ടു. NIA കൊണ്ട് അന്വേഷണം നടത്തിച്ചു. അവസാനം സുപ്രീം കോടതിയും പറഞ്ഞു അങ്ങനെയൊന്നില്ലെന്ന്. എന്നിട്ടും ഈ ലവ് ജിഹാദ് എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ആരൊക്കെ പറഞ്ഞാലും അങ്ങനെയല്ല, ഉണ്ട്, അതുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്നവർ അതിന്റെ തെളിവുകൾ ഇന്നുവരെ സമൂഹത്തിന്റെ മുമ്പിൽ വെച്ചിട്ടില്ല. അതിലിടക്കാണ് പാലായിലെ ബിഷപ്പ് നാർക്കോട്ടിക് ജിഹാദുമായി പുതിയൊരു സംഭവമായി വന്നത്. നാർക്കോട്ടിക്കും ജിഹാദും എന്ന് പറഞ്ഞ ഈ 2 പദം തന്നെ ഒരു കാരണവശാലും സംയോജിപ്പിക്കാൻ പറ്റാത്ത ഒരു വാക്കാണ്. അത് ജിഹാദിന്റെ അർത്ഥമറിയാത്തവർക്ക് അത് എവിടെയും കൊണ്ടേ ചേർക്കാം എന്നത് കൊണ്ട് തന്നെ അതുകൊണ്ട് അത് നാർക്കോട്ടിക്കിൽ കൊണ്ടുപോയി ചേർത്തു.
ഏതായാലും ആവട്ടെ, പള്ളിയുടെ അൾത്താരയിൽ ഇരുന്ന് സമൂഹം നൽകിയിരിക്കുന്ന ബിഷപ്പ് എന്ന സ്ഥാനം അലങ്കരിച്ചുകൊണ്ട്, ആ വസ്ത്രം ധരിച്ചുകൊണ്ട് പള്ളിയുടെ അൾത്താരയിൽ വെച്ച് ഒരു മതവിഭാഗത്തെ വളരെയധികം മോശമാക്കി ചിത്രീകരിക്കുകയും അവർക്കെതിരെ വിദ്വേഷം പരത്തുകയും അവർക്കെതിരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന പ്രസംഗം നടത്തിയ പാലായിലെ ബിഷപ്പ് പോലും എത്രയോ ഉണ്ട് എന്ന് പറഞ്ഞതല്ലാതെ ഒന്നിനും തെളിവ് നൽകുകയുണ്ടായില്ല. ഒരെണ്ണത്തിന്റെ തെളിവ് പോലും അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായില്ല. സത്യത്തിൽ ഒന്നുപോലും തെളിവ് പറയാനില്ലാത്ത ആളുകൾ ഇത്തരം വലിയ ദുരാരോപണം ഉന്നയിക്കുമ്പോൾ ആ ഇരിക്കുന്ന സ്ഥാനത്തിനും അത് പറയുന്ന സ്ഥലത്തിനും അനുയോജ്യമാണോ ഇത്തരം വാക്കുകൾ എന്ന് അവർ ചിന്തിക്കേണ്ടതുണ്ട്. നാർക്കോട്ടിക് ജിഹാദിന്റെയൊക്കെ പിന്നിലേക്ക് പോയാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു സത്യമുണ്ട്. അതായത്, മദ്യമോ മയക്കുമരുന്നോ കൊടുത്ത് മതത്തിലേക്ക് ആളെ ചേർത്ത ഒരു കേസ് പോലും ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾക്കെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്ത്യ രാജ്യത്തെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മദ്യവും പണവും മയക്കുമരുന്നുകളും ഒക്കെ കൊടുത്ത് പ്രലോഭനങ്ങളിലൂടെ ക്രിസ്തുമതത്തിലേക്ക് ആദിവാസികളെയും മറ്റു ഗ്രാമീണ ജനങ്ങളെയും മതപരിവർത്തനം നടത്തിയതിന്റെ പേരിൽ ജാർഖണ്ഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഒക്കെ ആയി ഇന്ത്യ രാജ്യത്ത് 271 കേസുകൾ FIR ചെയ്യപ്പെട്ടിട്ടുണ്ട് ക്രിസ്തീയ മിഷണറിമാർക്കെതിരെ. അപ്പൊ മദ്യവും പണവും ഒക്കെ കൊടുത്ത് പ്രലോഭനങ്ങൾ വഴി ആദിവാസികളെയും മറ്റു ഗ്രാമീണ ജനങ്ങളെയും ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിന്റെ പേരിൽ 271 FIR ഇട്ട കേസുകൾ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുമ്പോഴാണ് അതേ വിഭാഗത്തിന്റെ പ്രതിനിധിയായ പാലായിലെ അച്ഛൻ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾക്ക് മേൽ കുതിര കയറുന്നത്. ഇതിൽ ഒന്നുപോലും സമർത്ഥിക്കാൻ അദ്ദേഹത്തിനോ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ വന്നവർക്കോ ഉണ്ടായിരുന്നില്ല. ഈ വിഷയത്തിൽ ചാനൽ ചർച്ചയിൽ വന്നുകൊണ്ട് സഭയുടെ പ്രതിനിധിയായി കെന്നഡി ചർച്ചയിൽ പങ്കെടുത്തിട്ട് എത്രയോ ഉണ്ട് എന്നല്ലാതെ ഒരെണ്ണം പോലും സമർത്ഥിക്കാൻ കഴിഞ്ഞില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാഷ. മറ്റൊരു ചർച്ചയിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് ഒരു മുസ്ലിം യുവതി തലയിൽ തട്ടമിടുന്നതിന്റെ അതുമായി ബന്ധപ്പെട്ട ഹിജാബിന്റെ പ്രശ്നം വന്നപ്പോൾ ആ ഹിജാബിന്റെ ചർച്ചയിൽ പങ്കെടുത്ത മുസ്ലിം യുവതിയോട് കെന്നഡി പറഞ്ഞത്, ചാക്കിൽ പൊതിഞ്ഞ് നിങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ സ്വന്തം വീട്ടിലിരുന്നോളൂ, പുറത്തേക്ക് ഇറങ്ങരുത് എന്നാണ്. ഇന്ത്യ രാജ്യത്ത് മഹാഭൂരിപക്ഷം ഹിന്ദുക്കളുള്ള രാജ്യത്ത് ന്യൂനപക്ഷത്തിലും ചെറിയ ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ സമുദായത്തിന്റെ ഒരു വക്താവിന്റെ ഭാഷ കേൾക്കുമ്പോൾ സത്യത്തിൽ അദ്ദേഹം ഇന്ത്യയുടെ ചക്രവർത്തി മഹാനാണോ എന്ന് തോന്നിപ്പോയി. ചാക്ക് ധരിച്ച് ഇരിക്കണമെങ്കിൽ സ്വന്തം വീട്ടിലിരുന്നോളൂ എന്ന ആജ്ഞാപനമാണ് അദ്ദേഹം നടത്തിയത് ചാനൽ ചർച്ചയിലിരുന്ന്. അതും ചർച്ചയിൽ പങ്കെടുത്ത, ഹിജാബ് ധരിച്ച് ചർച്ചയിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടിയോട്. പക്ഷെ ഇത് പറയുന്ന കെന്നഡി അദ്ദേഹത്തിന്റെ സമുദായത്തിൽപ്പെട്ട ക്രിസ്ത്യൻ സഹോദരിമാർ, സിസ്റ്റർമാർ, കന്യാസ്ത്രീകൾ അവരുടെ ഹിജാബും ചാക്കും ഒക്കെ ധരിച്ചുകൊണ്ട് തന്നെയാണ് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ അവർ പഠിപ്പിക്കാൻ എത്തുന്നത്. മുഖമല്ലാത്ത മറ്റുള്ളതൊക്കെ മറക്കൽ ചാക്കാണെങ്കിൽ ആ ചാക്ക് കന്യാസ്ത്രീകളും ധരിച്ചിട്ടുണ്ട്, കെന്നഡിയുടെ സമുദായക്കാരായ. അങ്ങനത്തെ സമുദായക്കാരായ ചാക്ക് ധരിച്ചവരുടെ പ്രതിനിധിയാണ് മറ്റൊരു സമൂഹത്തിനോട് നിങ്ങൾക്ക് ചാക്ക് ധരിക്കണമെങ്കിൽ വീട്ടിലിരുന്നോളൂ എന്ന് പറഞ്ഞ ആക്രോശിക്കുന്നത്. എത്രമാത്രം ബലഹീനമാണ്, എത്രമാത്രം വിഡ്ഢിത്തമാണ്, എത്രമാത്രം സ്വയം മറന്നുള്ള എണ്ണതേക്കലാണ് ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
തങ്ങൾ ആരാണ് എന്നും തങ്ങളുടെ സ്ഥാനം എന്താണ് എന്നും തങ്ങൾ ചെയ്യുന്നത് എന്താണെന്നും ചിന്തിക്കാതെ എല്ലാം മറ്റുള്ളവരുടെ പേരിൽ ആരോപിക്കുമ്പോൾ സത്യത്തിൽ ഓർത്തഡോക്സ് സഭ മലങ്കര സഭയുടെ തൃശൂർ ബിഷപ്പ് യുഹാനോസ് മെലിത്തിയോസ് പറഞ്ഞ ഒരു ഉദാഹരണമാണ് ഇവിടെ ഓർമ്മ വരുന്നത്. അദ്ദേഹം പറഞ്ഞു, പഴം തിന്ന പുരുഷനോട് ദൈവം ചോദിച്ചു, നീ എന്തിനാണ് ആ പഴം തിന്നത് എന്ന്, വിലക്കപ്പെട്ട കനി നീ എന്തിനു തിന്നു എന്ന്. അപ്പോൾ പറഞ്ഞു, നീ തന്ന പെണ്ണ്, അവൾ തന്ന പഴം, അതാണ് ഞാൻ തിന്നത് എന്ന്. അതിനർത്ഥം ഞാനല്ല കുറ്റക്കാരൻ, നീയാണ് എന്ന് ദൈവത്തോട് പറയുന്ന രൂപത്തിലായിരുന്നു മറുപടി. ഉടനെ ദൈവം ആ പെണ്ണിനോട് ചോദിച്ചു. അവൾ പറഞ്ഞു, എനിക്ക് പാമ്പ് തന്നത് കൊണ്ടാണ് ഞാൻ അത് ചെയ്തത് എന്ന്. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ കുറ്റങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ മറ്റുള്ളവരുടെ പേരിൽ ആരോപണം ഉന്നയിക്കുന്ന സമീപനം അരുതെന്ന് ക്രിസ്ത്യൻ സമുദായത്തിൽ തന്നെ പെട്ട ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ ഫാദർ മെലിത്തിയോസ് പറയുകയുണ്ടായി. സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഈ വാക്ക് വളരെ വിലപ്പെട്ടതാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ഫാദർ തന്റെ പ്രസംഗമധ്യേ മുന്നിലിരിക്കുന്ന ക്രിസ്തീയ അംഗങ്ങളോട് ഉത്ബോധനം എന്ന നിലയിൽ അദ്ദേഹം ഒരു കഥ പറയുകയുണ്ടായി. ഒരു സംഭവം, 30 വയസ്സുള്ള ഒരു ക്രിസ്ത്യൻ യുവതി അധ്യാപിക ഒരു മുസ്ലിം യുവാവിനെ വിവാഹം കഴിച്ചു. അതേക്കുറിച്ച് ആരാഞ്ഞ അദ്ദേഹത്തോട് ആ യുവതി പറഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ അവതരിപ്പിക്കുന്നത്. ഉത്ബോധനം എന്ന നിലയിൽ ക്രിസ്ത്യാനികളോടാണ് അദ്ദേഹം പറയുന്നത്. അച്ചോ, എനിക്ക് 30 വയസ്സുണ്ട്. എൻ്റെ വീട്ടിലുള്ളവർക്ക് ഇപ്പൊ നിലവിലുള്ള വീട് ഒക്കെ ഒന്ന് പൊളിച്ച് പുതിയൊരു വീട് പണിയണം. അപ്പൊ അതിന് എൻ്റെ ശമ്പളം അവർക്ക് ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ആ വീടിന്റെ പണിയൊക്കെ കഴിയുമ്പോഴേക്ക് ഒരു 10-35 വയസ്സൊക്കെ എനിക്കാവും. അതിനുശേഷമൊക്കെയേ എൻ്റെ വിവാഹത്തെക്കുറിച്ച് എൻ്റെ വീട്ടുകാർ ചിന്തിക്കുന്നുള്ളൂ. പരമാവധി എൻ്റെ ശമ്പളത്തെ ഉപയോഗിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം എന്ന് എനിക്ക് മനസ്സിലായി. ആ ഇടക്കാണ് ഞാൻ ജോലി ചെയ്യുന്നിടത്ത് വെച്ചുകൊണ്ട് ഒരു മുസ്ലിം യുവാവുമായി പരിചയപ്പെടുന്നതും ഇഷ്ടത്തിലാവുന്നതും. അങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം നടന്നത് എന്ന് പറയുമ്പോൾ അച്ഛൻ ചോദിക്കുന്നു, അങ്ങനെ എങ്കിൽ നിനക്ക് ഒരു ക്രിസ്തീയ യുവാവിനെ എന്തുകൊണ്ട് കണ്ടെത്തിക്കൂടായിരുന്നോ എന്ന ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടി, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്വേഷിച്ചു, അവർക്ക് വലിയ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നാൽ അവർക്ക് അവരെ സഹായിക്കാൻ അവരുടെ കുടുംബങ്ങൾ മൊത്തമായി ഉണ്ടാവും. ആ ഒരു പരസ്പര സഹകരണ മനോഭാവം അവർക്കുണ്ട്. അതുപോലെ തന്നെ അവരിൽ ദുശ്ശീലങ്ങളുള്ളവർ വളരെ ചുരുക്കമാണ്. നമ്മുടെ യുവാക്കളിൽ മദ്യപാനവും അതുപോലെയുള്ള ദുശ്ശീലങ്ങളുമൊക്കെ കൂടുതലുണ്ടെങ്കിൽ അവരിൽ അത്തരം ശീലങ്ങളുള്ളവർ കുറവാണ്. മാത്രമല്ല സൽസ്വഭാവികളാണ്, ഭാര്യമാരെ സ്നേഹിക്കുന്നവരാണ്. ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചപ്പോൾ ഞാൻ അയാളെ എൻ്റെ ഭർത്താവാക്കി എന്നാണ് ആ യുവതി പറഞ്ഞത്. ഇത് പറയുന്നത് ഒരു ഫാദർ തന്നെയാണ് തന്റെ പ്രസംഗത്തിൽ. എന്തിന്? തന്റെ ക്രിസ്തീയ സമൂഹത്തെ ബോധവൽക്കരിക്കാതെ പെൺകുട്ടികളെ വീട്ടിലിട്ട് ഇതുപോലെ ഉപയോഗിച്ചാൽ സ്വാഭാവികമായും 10-16 വയസ്സിൽ പ്രായപൂർത്തി അറിയിച്ച ആ പെൺകുട്ടികൾ 30-35 വയസ്സ് വരെ വീട്ടിലും പുറത്തും ജോലിയിലുമൊക്കെ ആവുമ്പോൾ സ്വാഭാവികമായും ആരെങ്കിലും ഒക്കെയായിട്ട് പരിചയപ്പെടുകയോ അവർ അവരുടേതായ വഴിയിലൂടെ ജീവിതമാർഗം കണ്ടെത്തുകയോ സ്നേഹത്തിലാവുകയോ ഒക്കെ ചെയ്യുക സ്വാഭാവികമാണ്. അതുകൊണ്ട് നമ്മുടെ പെൺകുട്ടികളെ ഇത്രയും വൈകി വിവാഹം കഴിപ്പിക്കുന്നതിനെതിരാണ് ആ അച്ഛന്റെ പ്രസംഗം. സത്യത്തിൽ ഇതൊക്കെ തന്നെയല്ലേ ഇതിന് കാരണം? ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഉയർന്നു പഠിക്കുകയും അവരിലൂടെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പാരന്റ്സ് ഒരിക്കലും അവരുടെ ഭാവിയെ കുറിച്ച് അധികം ചിന്തിക്കുന്നില്ല എന്നതിൽ നിന്നാണ് ഇത്തരം സ്വന്തം തീരുമാനങ്ങളും ഒളിച്ചോട്ടവും ഒഴിഞ്ഞുപോക്കും ഒക്കെ ഉണ്ടാവുന്നത് എന്നതിന്റെ കാരണം കണ്ടെത്താൻ സ്വന്തം തട്ടകത്തിൽ ചർച്ച ചെയ്ത് അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയല്ലേ വേണ്ടത്? അതിന്റെ കുറ്റമൊക്കെ മറ്റുള്ളവരുടെ പെരടിയിലേക്ക് വെച്ച് കെട്ടുന്നത് അർത്ഥശൂന്യമായ പ്രവണതയല്ലേ? ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ സൗഹൃദാന്തരീക്ഷം നിലനിൽക്കുന്ന ഈ കേരളത്തിൽ
ക്രിസ്ത്യൻ മതാധ്യക്ഷന്മാർക്ക് മുസ്ലിം മതാധ്യക്ഷന്മാരുമായി ബന്ധപ്പെടാനും വിഷയങ്ങൾ ചർച്ച ചെയ്യാനും ഒക്കെ ഉള്ള എത്രയോ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടല്ലോ. പരസ്യമായി വിഴുപ്പരക്കേണ്ട ഒരു കാര്യവും ഇവിടെയില്ല. പരസ്പര സൗഹാർദ്ദം നിലനിൽക്കുന്നിടത്ത് ഇതിനൊക്കെ പരസ്പരം ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കാനും പരമാവധി ശ്രമിക്കാവുന്നതാണ്. അതൊന്നും ചെയ്യാതെ മുസ്ലിം സമൂഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വെറുപ്പിക്കാൻ വേണ്ടി അച്ഛന്മാർ തന്നെ മുന്നിട്ടിറങ്ങുമ്പോൾ ആ അച്ഛന്മാരോട് പറയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്ത്യ രാജ്യത്ത് ഒരു പത്രത്തിൽ എഴുതിയത് 270 ദിവസങ്ങൾക്കുള്ളിൽ 350 ആക്രമണങ്ങളാണ് ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ ഇന്ത്യ രാജ്യത്ത് നടന്നത് എന്ന്. ഇതൊരു പത്രം എഴുതിയതാണ്. 270 ദിവസത്തിനുള്ളിൽ 350 ആക്രമണങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ ഇന്ത്യ രാജ്യത്ത് നടന്നു. ഇതിലൊന്നും ഈ ക്രിസ്തീയ മേലധ്യക്ഷന്മാർക്ക് പരാതിയില്ലേ? അതിലൊന്നും എന്തുകൊണ്ട് ശബ്ദിക്കുന്നില്ല? അപ്പൊ ഇത്തരം അവസ്ഥകളൊക്കെ ഉണ്ടാകുമ്പോഴും അതേക്കുറിച്ച് ശബ്ദിക്കാതിരിക്കുന്നതിന്റെ കാരണവും ഞാൻ നേരത്തെ പറഞ്ഞ അച്ഛൻ യുഹാനോസ് മെലിത്തിയോസ് തന്നെ തന്റെ വാക്കുകളിൽ പറഞ്ഞിട്ടുണ്ട്. മടിയിൽ കനമുള്ളവന് പലരെയും പേടിക്കേണ്ടി വരും എന്ന്. അതായത് കേന്ദ്ര സർക്കാരിനെയും കേന്ദ്രം ഭരിക്കുന്നവരെയും അവരുടെ അന്വേഷണ ഏജൻസികളെയും ഒക്കെ ഈ മേലധ്യക്ഷന്മാരിൽ പലരും മടിയിൽ കനമുണ്ട്, ഇഷ്ടം പോലെ പണം കൊണ്ട് കളിക്കുന്നവരാണ്. സ്വാഭാവികമായും അത്തരം അന്വേഷണങ്ങൾ, അതുപോലെ തന്നെ അഭയ കേസ് പോലെയുള്ള 10-30ഓളം കന്യാസ്ത്രീകളുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, ഇതൊക്കെ വന്നാൽ നമ്മുടെ അച്ഛന്മാർക്ക് അത് പ്രശ്നമുണ്ടാക്കും എന്നതിന്റെ പേരിൽ ആരെയൊക്കെയോ സുഖിപ്പിക്കാൻ വേണ്ടി അച്ഛന്മാർ എടുക്കുന്ന നിലപാടുകളാണ് ഇത്. അതൊരിക്കലും ക്രിസ്ത്യൻ മഹാഭൂരിപക്ഷത്തെയോ അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹത്തെ തന്നെയോ രക്ഷപ്പെടുത്താനുള്ളതല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പോയത് ഹിന്ദുമതത്തിലേക്കാണ് എന്ന് പറയുമ്പോൾ കണക്കുകൾ അതിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട്. ക്രിസ്തുമതത്തിൽ നിന്ന് ഹിന്ദുമതത്തിലേക്ക് പോയവരിൽ കൂടുതൽ 72% ദളിതുകളാണ് എന്ന്. ക്രിസ്തുമതത്തിൽ നിന്ന് ദളിതുകൾ എന്തുകൊണ്ട് ഹിന്ദുമതത്തിലേക്ക് പോകുന്നു എന്നതിന് ഉത്തരവും ക്രിസ്തുമതത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവേണ്ടത്. കാരണം ക്രിസ്തുമതത്തിൽ വർണ്ണമേധാവിത്വവും അവർണരും അല്ലെങ്കിൽ അവശ ക്രിസ്ത്യാനിയും ഒക്കെ തരംതിരിക്കപ്പെട്ട് നിലനിൽക്കുന്നത് കൊണ്ടാണ് ദളിതൻ ക്രിസ്ത്യാനിയിലായാലും ഹിന്ദുവിലായാലും ദളിതൻ തന്നെയാണ് എന്ന തോന്നലിൽ നിന്നാണ് അവർ ഹിന്ദുമതത്തിലേക്ക് മടങ്ങുന്നത്. ക്രിസ്ത്യാനികളിൽ നിന്ന് ഒറ്റപ്പെട്ട് അവശ ക്രിസ്ത്യാനിയായി ദളിത് ക്രിസ്ത്യാനിയായി നിലനിൽക്കുന്നതിനേക്കാൾ പുലയനും പറയനുമൊക്കെ കൂടുതലുള്ള ദളിത് വിഭാഗത്തിന്റെ കൂടിയാൽ അവർക്ക് അവരുടെ കുടുംബ വിപുലതയെങ്കിലും കൂടെ കിട്ടും എന്നതിന്റെ പേരിൽ ആളുകൾ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അച്ഛന്മാർ തന്നെയാണ് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടത്. അത് മുസ്ലിങ്ങൾ തെറി പറഞ്ഞതുകൊണ്ട് ആ കൊഴിഞ്ഞുപോക്ക് ഇല്ലാതാക്കാനാവുകയില്ല. മൊത്തത്തിൽ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിങ്ങളോട് ഉള്ള എതിർപ്പ് പ്രകടമാക്കി സംഘപരിവാറിനെ പ്രീതിപ്പെടുത്തലാണ് ഇതുകൊണ്ട് അച്ഛന്മാർ ലക്ഷ്യമിടുന്നത്, അല്ലാതെ ക്രിസ്ത്യാനികളുടെ ഉന്നതിയല്ല എന്നാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാക്കുന്നത്. അപ്പൊ ഹിന്ദു മതങ്ങളിലെ തീവ്രവാദികളായ സംഘപരിവാരത്തെ കൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ പ്രവർത്തിപ്പിക്കുക, അതിന് ചാവി കൊടുക്കുക, അങ്ങനെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിക്കാൻ മൂന്നാം മതക്കാരായ ക്രിസ്ത്യാനികൾ ആശ്രാന്ത പരിശ്രമം നടത്തുക, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പ്രശ്നത്തിന്റെ ഇടയിലേക്ക് എണ്ണയൊഴിച്ച് കത്തിക്കുക,
നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ ഹിന്ദുക്കളെ മുസ്ലിങ്ങൾക്കെതിരെ പിരികയറ്റി വിടുക. കുട്ടന്റെയും മുട്ടന്റെയും കഥ നമ്മൾ പറയാറുള്ളത് പോലെ കുട്ടനെയും മുട്ടനെയും തമ്മിൽ തല്ലിച്ച് പൊടിയുന്ന ചോര കുടിക്കാൻ ഇറങ്ങിയ ചെന്നായയുടെ റോളിലാണ് ഇവിടെ പലരും. കുറച്ചാളുകൾ ക്രിസംഗികൾ എന്ന് പറയുന്ന കുറച്ച് അച്ഛന്മാരും അതുപോലെ കുറച്ച് അനുയായികളും PC ജോർജിനെ പോലെയുള്ള വേരില്ലാത്ത രാഷ്ട്രീയക്കാരും പ്രവർത്തിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പൊ ഏതായാലും ഇത്രയും കുറച്ച് ക്രിസ്തു മതത്തിൽ നിന്ന് ആകെ ഇസ്ലാമിലേക്ക് 8 വർഷം കൊണ്ട് വന്നതിന്റെ കണക്ക് നിങ്ങൾ കണ്ടു. അതുപോലെ തന്നെ 2020 ഒരു വർഷം കൊണ്ട് വന്നതിന്റെ കണക്കും നിങ്ങൾ കണ്ടു. ഈ 33 ആളുകളാണ് ക്രിസ്തു മതത്തിൽ നിന്ന് ഒരു വർഷത്തിൽ ഇസ്ലാമിലേക്ക് വന്നത്. അതിന് മുസ്ലിങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനിയിലേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. ലവ് മാമോദിസയുമുണ്ട്, ലവ് ജിഹാദ് മാത്രമല്ല, ലവ് ഗർവാപ്പസിയുമുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം സ്ത്രീകളെ ക്രിസ്ത്യൻ യുവാക്കൾ വിവാഹം കഴിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അതേക്കുറിച്ച് അച്ഛന്മാർ മിണ്ടുന്നില്ല. പെൺകുട്ടികളുടെ കാര്യത്തിൽ മാത്രമേ അച്ഛന്മാർക്ക് പ്രത്യേക താല്പര്യമുള്ളൂ. ക്രിസ്ത്യൻ പെൺകുട്ടികളെ മുസ്ലിങ്ങൾ കൊണ്ടുപോകുന്നു. ക്രിസ്ത്യൻ ആൺകുട്ടികൾ മുസ്ലിങ്ങളുടെ കൂടെ കല്യാണം കഴിച്ചു പോകുന്നതിൽ അച്ഛന്മാർക്ക് വേവലാതി ഒന്നുമില്ലെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഹിന്ദുവിനെ കല്യാണം കഴിച്ചു പോകുന്നതിലും അച്ഛന്മാർക്ക് വേവലാതിയില്ല. മുസ്ലിം മുസ്ലിം ആൺകുട്ടികളുടെ കൂടെ മുസ്ലിം പെൺകുട്ടികൾ പോകുന്നതാണ് അച്ഛന്മാർക്ക് വളരെയധികം വേവലാതി ഉള്ളത്. അതിന്റെ കണക്കാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. മുസ്ലിങ്ങളിലേക്ക് മതം മാറി വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ക്രിസ്ത്യാനിയിലേക്ക് അങ്ങോട്ടും മതം മാറിയിട്ടുണ്ട്. ഇതിൽ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് പെരുപ്പിക്കാൻ മാത്രമുള്ള കണക്ക് എവിടെയാണ് ഉള്ളത് എന്നാണ് എന്റെ ചോദ്യം. 8 വർഷം കൊണ്ട് ക്രിസ്തുമതത്തിൽ നിന്ന് മുസ്ലിങ്ങളിലേക്ക് വന്നത് 535 പേര് മാത്രമാണ്. അതേ സ്ഥാനത്ത് ഇസ്ലാം മതത്തിൽ നിന്ന് തിരിച്ച് അങ്ങോട്ടും വന്നിട്ടുണ്ട് 101 പേര്. ഇതേക്കുറിച്ചൊന്നും അച്ഛന്മാർ പറയുന്നില്ല. 535 വലുതാക്കി പറയുന്ന അച്ഛന്മാർ 5741 പേർ ക്രിസ്തുമതത്തിൽ നിന്ന് ഹിന്ദുമതത്തിലേക്ക് പോയതിനെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛന്മാർ ഈ പറയുന്ന വ്യാജ പ്രചരണത്തിന് ഒരു തെളിവ് പോലും നൽകാതെ ഇനിയും ഈ നുണ നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് തന്നെ നടക്കുകയാണെങ്കിൽ അച്ഛന്മാരിട്ടിരിക്കുന്ന ആ ലോഹക്ക് വിലയിടിയും ഈ കേരള സമൂഹത്തിൽ. ഈ കേരള സമൂഹം അഭ്യസ്ത വിദ്യരുടേതാണ്. കേരളത്തെ അഭ്യസ്ത വിദ്യരാക്കുന്നതിൽ ക്രിസ്തീയ സമൂഹത്തിനും പുരോഹിതന്മാർക്കുമുള്ള ചരിത്രപരമായ അവരുടെ ദൗത്യം നമ്മൾ മറക്കുന്നില്ല. കേരള ജനതയെ വിദ്യാഭ്യാസപരമായി ഉയർത്തിയതിൽ ക്രിസ്തീയ സമൂഹത്തിന് വളരെയധികം പങ്കുണ്ട്. ഏതായാലും ആ പങ്കിലൂടെ തന്നെ കേരള ജനത ആർജിച്ചെടുത്തിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത അച്ഛന്മാർ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന ആ ലോഹക്കാണ് അതിന്റെ വിലയിടിവ് എന്ന് സ്വയം മനസ്സിലാക്കുക. അതുപോലെ തന്നെ കൂടെ കൂടിയവരും ക്രിസംഗികൾ എന്ന് പറയുന്നവരും എന്താണ് സത്യം എന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറഞ്ഞുള്ള ഈ വെടിപൊട്ടിക്കൽ കേട്ട് ഇതിൽ എത്രയോ വലിയ സത്യം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയുമാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി മറ്റൊരു വിഷയമുണ്ട്. അതായത് ലവ് ജിഹാദ് നടത്തി ISISലേക്കോ അല്ലെങ്കിൽ മറ്റെവിടെയൊക്കെ അഫ്ഗാനിലേക്കോ സിറിയയിലേക്കോ ഒക്കെ കടത്തിക്കൊണ്ടുപോകുന്നു എന്നൊരു വലിയ ആരോപണം വേറെയും നിലനിൽക്കുന്നുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ അത് നമുക്ക് ചർച്ച ചെയ്യാം. ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും വളരെയധികം നന്ദി. നമസ്കാരം.